മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി ടി വീരഭദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് മലയാളികൾ പ്രത്യേക സ്വീകരണവും നൽകും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അസന്തുലിതാവസ്ഥയ്ക്കെതിരെ ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രൻ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദയാത്ര ഇന്ന് സമാപിക്കും. കഴിഞ്ഞ 150 ദിവസത്തിലേറെ 32 ജില്ലകൾ പദയാത്ര പിന്നിട്ടു. സാമൂഹ്യനീതിയാണ് ലക്ഷ്യമെന്ന് പദയാത്രയ്ക്കിടെ സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. Our motto is to achieve social justice in Telangana because the population of Telangana consists of 93% SC, ST, BC, MBC, minorities population. We demanded that social justice be implemented in Telangana. But our government, since 2.5 years, no assurance was implemented, and going on, new assurances was giving day by day. സമാപനം കുറിച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് വിവിധ മലയാളി സംഘടനകൾ വൈകുന്നേരം 3 മണിക്ക് പ്രത്യേക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് ഇതിനു മുമ്പ് ഒരു സ്വീകരണം ഇതുപോലെയുള്ള സ്വീകരണം കൊടുത്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് തെലങ്കാന മേഖലയിലുള്ള എല്ലാ മലയാളികളും ഒരുമിച്ചുകൊണ്ട് ഈ സ്വീകരണ ചടങ്ങ് കൊടുക്കുന്നത്. 4000 കിലോമീറ്ററിലേറെ പിന്നിട്ട പദയാത്രയുടെ ഓരോ വേദിയിലും എത്തുന്നത് ആയിരക്കണക്കിന് പേർ. സമാപന സമ്മേളനത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മളമായ സ്വീകരണമാണ് ഹൈദരാബാദ് ജനത കാത്തുവച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കണ്ണൂരിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 4 CPIM പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിൽ ഒരാൾക്ക് മർദ്ദനത്തിലും കണ്ണൂർ എടക്കാട് 3 പേർക്ക് വെട്ടേറ്റുമാണ് പരിക്ക്. ആക്രമണങ്ങൾക്ക് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. സണ്ണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സണ്ണി, ആക്രമണത്തിന് പിന്നിൽ RSS BJP സംഘമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താനായോ? മറ്റു വിവരങ്ങൾ കൂടി. ഉണ്ടായ ആക്രമണത്തിലാണ് തലശ്ശേരി ടെമ്പിൾ ഗേറ്റിൽ ഒരാൾക്കും കണ്ണൂർ എടക്കാട്ട് 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെല്ലാം CPIM പ്രവർത്തകരാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചിട്ടുണ്ട്. CPIM പ്രവർത്തകൻ മണിക്കാണ് തലശ്ശേരിയിൽ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തൊട്ടു പിന്നാലെ നങ്ങാറത്ത് പീടികയിൽ രക്തസാക്ഷി വിജേഷിന്റെ സ്മാരക മന്ദിരത്തിന് സമീപം ബോംബാക്രമണം ഉണ്ടായി. നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിജേഷ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അവസരത്തിലും ഇവിടെ ബോംബേർ ഉണ്ടായിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി കൊടിതോരണങ്ങൾ കെട്ടുന്നതിനിടയിലാണ് എടക്കാടിനടുത്ത് കാക്കണംകോട്ട അമ്പലത്തിന് സമീപം 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റത്. BJP RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM ആരോപിച്ചിട്ടുണ്ട്. CPIM പ്രവർത്തകരായ രോഹിത്, അഭിനന്ദ്, ജിതിൻ എന്നിവർക്കാണ് ഇവിടെ വെട്ടേറ്റത്. രോഹിത്, അഭിനന്ദ് എന്നിവരെ ഗുരുതരമായ പരിക്കോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ജിതിൻ, മണി എന്നിവർ ഇപ്പോൾ തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം തലശ്ശേരി ടെമ്പിൾ ഗേറ്റിന് സമീപവും മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ BJP പ്രവർത്തകൻ അമിത്തിന് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തിന്റെ കൈവിരലുകൾ അറ്റുപോയി. അമിത് ഇപ്പോൾ കോയമ്പത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബോംബ് നിർമ്മാണത്തിനിടയിലാണ് അമിത്തിന് പരിക്കേറ്റതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് കണ്ണൂരിൽ സർവകക്ഷി സമാധാന യോഗം വിളിച്ചിറക്കുകയും ആക്രമണ സംഭവങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നുള്ള തീരുമാനത്തിന് ശേഷം ഏറെ വൈകാതെയാണ് ഇന്നലെ രാത്രി തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളിൽ CPIM പ്രവർത്തകർ പരിക്കേറ്റതെന്നുള്ളത് ശ്രദ്ധേയമാണ്. CPIMന്റെ ആരോപണം കണ്ണൂരിന്റെ സമാധാനം തകർക്കാനുള്ള ശ്രമത്തിൽ വീണ്ടും BJP RSS പ്രവർത്തകർ മുഴുകുന്നു എന്നുള്ള ആരോപണം CPIM ഉന്നയിച്ചിട്ടുണ്ട്. അഞ്ജു. ശരി, സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കുണ്ടറയിൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച പെൺകുട്ടിയുടെ അമ്മയ്ക്കും മുത്തച്ഛനുമെതിരെ പെൺകുട്ടിയുടെ പിതാവ് രംഗത്ത്. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എല്ലാം അറിയാം. അവർ സത്യം പറഞ്ഞാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാകും. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ തൃപ്തനാണെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. അതേസമയം 2015 പീഡനക്കേസ് പുനരന്വേഷിക്കാൻ റൂറൽ SP സുരേന്ദ്രൻ ഉത്തരവിട്ടു. DYSP B കൃഷ്ണകുമാറിനാണ് അന്വേഷണ ചുമതല.
സത്യം മാത്രമേ താൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പെൺകുട്ടിയുടെ അമ്മയും മുത്തച്ഛനും പറയുന്നത് കളവാണ്. അമ്മയ്ക്ക് എല്ലാം അറിയാം. ഇവർ സത്യം പറഞ്ഞാൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാകുമെന്നും പിതാവ് പറഞ്ഞു. പോലീസ് വളരെ സത്യസന്ധമായിട്ട് അവളോട് ചോദിക്കുന്നു, നിന്റെ മകൾ മരിച്ചു, ഇന്ന രീതിയിലാണ് മരിച്ചത്, ഇന്നയാളിൽ നിന്നാണ് അതുണ്ടായത് എന്ന് പറയുമ്പോൾ പോലും അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടായത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു സമീപനമാണ് അവൾ സ്വീകരിക്കുന്നത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് കാട്ടി 2 തവണ പെൺകുട്ടികളുടെ അമ്മയും മുത്തച്ഛനും ചേർന്ന് തന്നെ കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. ഈ കേസ് പുനരന്വേഷണം നടത്താനുള്ള പോലീസ് തീരുമാനം ആശ്വാസം നൽകുന്നതാണ്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും പിതാവ് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണത്തിലോ മറ്റൊന്നിലോ എനിക്ക് പരാതിയില്ല. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. തന്നെ കേസിൽ കൊടുക്കാൻ പോലീസ് ശ്രമിച്ചിട്ടില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. കൊല്ലം റൂറൽ എസ് പി സുരേന്ദ്രനാണ് കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടത്. കൊട്ടാരക്കര ഡിവൈഎസ്പി ബി കൃഷ്ണകുമാറിനാണ് അന്വേഷണ ചുമതല. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചതിനുള്ള കാരണം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വർഷങ്ങളായി തരിശായി കിടന്ന് കൃഷിയോഗ്യമാക്കിയ കോഴിക്കോട് പേരാമ്പ്ര ആവളപ്പാണ്ടി കൊയ്ത്തുത്സവത്തിന് ഒരുങ്ങി. കൊയ്ത്തുത്സവം മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 3 പതിറ്റാണ്ട് കാലം തരിശായി കിടന്ന ആവളപ്പാണ്ടിയാണ് കൊയ്ത്തുത്സവത്തിന് തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തതോടെയായിരുന്നു തരിശായി കിടന്ന ഒരു ഭൂമി പച്ചപ്പിന്റെ കുപ്പായം അണിഞ്ഞത്. നെല്ല് നമ്മുടെ എണ്ണം എല്ലാരും പാടത്തേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ആവളപ്പാണ്ടി കൃഷിയോഗ്യമാക്കി വിത്തിറക്കിയത്. മന്ത്രി ടി പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര മണ്ഡലം വികസന മിഷൻ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് കൃഷി ഇറക്കിയത്. കൃഷിയിറക്കി 110 ദിവസത്തിനകമാണ് ഇപ്പോൾ നെല്ലിവിളഞ്ഞ് കൊയ്ത്തുത്സവത്തിന് പാടം തയ്യാറെടുത്തിരിക്കുന്നത്. മന്ത്രി സുനിൽകുമാറാണ് ഉത്സവം ഉദ്ഘാടനം ചെയ്യുക. 25 വർഷത്തോളമായി ആവളപ്പാണ്ടിയിൽ കൃഷിയുണ്ടാക്കാതെ പായലും പുല്ലും പടർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു. CPMന്റെ നേതൃത്വത്തിൽ 5000-ഓളം വളണ്ടിയർമാർ ഈ വയലിലിറങ്ങി ഗ്രൂപ്പായി തിരിച്ച് മുഴുവൻ പായലും പുല്ലും മാറ്റാൻ അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ഈ കൂട്ടായ്മയിൽ കൂടി തിരുവണ്ണൂർ ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും വികസന മിഷനും എല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഈ കൃഷി ഇറക്കാനിവിടെ സാധിച്ചത്. 100 മേനി വിളവുള്ള ആവളപ്പാണ്ടിയിലെ നെല്ല് കിലോ 21 രൂപയ്ക്ക് കൺസ്യൂമർ ഫെഡ് സംഭരണം ഏറ്റെടുക്കാനും തയ്യാറാണ്. 30 വർഷത്തോളം തരിശായി കിടന്ന 920 ഏക്കർ സ്ഥലത്തെ കൃഷി നാടിന് പുതിയ ഉണർവ് കൂടി പകർന്നു നൽകിയിരിക്കുകയാണ്. പച്ചപ്പിന്റെ പുതിയ ലോകം വരാനിരിക്കുന്ന കാലത്തിന്റെ വലിയ പ്രതീക്ഷ കൂടിയാണ് ഇവർക്ക് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചപ്പുചവറുകളും മാലിന്യങ്ങളും കൂടിക്കിടക്കുന്ന തരിശുനിലത്തെ പൊന്നിൻ കതിർപ്പാടമാക്കിയ ചൂർണിക്കരയ്ക്ക് അഭിനന്ദനം ചൊരിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷക കൂട്ടായ്മ വിപണിയിലിറക്കിയ ചൂർണിക്കര അരിയുടെ വിതരണോദ്ഘാടനം ആലുവയിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂട്ടായ്മകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഇത്തരം ശ്രമങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 3 കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂട്ടായ്മയിലൂടെയുള്ള നെൽകൃഷി പ്രോത്സാഹിപ്പിക്കും. ഇതിനായി നെൽപ്പാടങ്ങൾ വിട്ടുനിൽക്കുന്ന ഭൂ ഉടമകൾക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വരുന്ന വേനൽ കഴിഞ്ഞുള്ള മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നല്ല നിലക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാകണമെന്ന് കഴിഞ്ഞൊരു ചടങ്ങിൽ കൃഷിമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. 1,00,000 പാവൽ തൈകൾ കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 3 കോടി വൃക്ഷത്തൈകൾ കേരളത്തെ ആകെ നട്ടുവളർത്താനാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ആത്മാ പദ്ധതി പ്രകാരം നടപ്പാക്കിയ തരിശുനില നെൽകൃഷി ഉൽപ്പന്നമായ ചൂർണിക്കര കുത്തരിയുടെ വിതരണം മുഖ്യമന്ത്രി നിർവഹിച്ചു. 1.5 പതിറ്റാണ്ടിലധികം തരിച്ചുകിടന്ന ചവർപാടത്ത് അടയാളം പുരുഷ കൂട്ടായ്മയാണ് കൃഷിയിറക്കി 100 മേനി കൊയ്തത്. 15 ഏക്കറിൽ നിന്നും 26 ടൺ അരി ഉൽപ്പാദിപ്പിച്ചു. സബ്സിഡി നിരക്കിൽ 35 രൂപയ്ക്കാണ് അരി നാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ അൻവർ സാദത്ത് MLA, മുൻ MP പി രാജീവ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെത്രാൻകായലിലെ നെൽകൃഷി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഭൂമാഫിയ കൊയ്ത്തിനെതിരെയും രംഗത്ത്. നെല്ല് കൊയ്യാനാകാതെ നശിക്കുന്നുവെന്ന പ്രചാരണം വ്യാപകം. അതേസമയം ആദ്യമായി മെത്രാൻകായലിൽ കൊയ്ത്ത് യന്ത്രമിറക്കി ഭൂമാഫിയയ്ക്ക് മറുപടി നൽകി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. മെത്രാൻകായലിൽ കൊയ്യാനാകാതെ നെല്ല് നശിക്കുന്നുവെന്ന ഭൂമാഫിയുടെ പ്രചരണത്തിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് ഊർജിതമാക്കിയിട്ടുള്ളത്.
തടസ്സങ്ങളില്ലാതെ മെത്രാങ്കായലിലെ കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃഷിവകുപ്പാണ്. ആദ്യഘട്ടത്തിൽ വിതച്ച 15 ഏക്കറിലെ കൊയ്ത്ത് പൂർത്തിയായി. രണ്ടാം ഘട്ട കൊയ്ത്ത് അടുത്തയാഴ്ച ആരംഭിക്കും. 4 കൊയ്ത്തുമെതി യന്ത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 8 വർഷം തരിച്ചുകിടന്ന പാടത്ത് ആദ്യമായിട്ടാണ് യന്ത്രമിറക്കി കൊയ്യുന്നതെന്ന് സംസ്ഥാന അഗ്രികൾച്ചറൽ എഞ്ചിനീയർ MS സജു പറഞ്ഞു. ഇപ്പൊ 2 മെഷീൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ കൊയ്ത്ത് പൂർത്തിയാക്കിയത്. ടോട്ടൽ 4 മെഷീൻ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ 4 കൊയ്ത്തുമെതി യന്ത്രങ്ങൾ ഇവിടെ വിന്യസിക്കുന്നതാണ്. നീർവാഴ്ച കൂടുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ ചാലുകൾ താഴ്ത്തുന്നതിന്, ആഴം കൂട്ടുന്നതിനും കൂടുതൽ നീളത്തിൽ ചാലുകൾ ചെയ്യുന്നതിനുമായിട്ട് നടപടി ചെയ്യുന്നതാണ്. പിന്നെ RID സ്കീമിൽ ഇത് പുതുതായിട്ട് 5 കോടി രൂപയുടെ വർക്ക് അനുവദിച്ചിട്ടുണ്ട്. 404 ഏക്കറുള്ള മെത്രാങ്കായലിൽ 320 ഏക്കറിലധികം നെല്ല് വിളഞ്ഞിട്ടുണ്ട്. 1 ഏക്കറിൽ 20 കിൻഡൽ നെല്ല് ലഭ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. മികച്ച രീതിയിൽ കൃഷി ചെയ്തവർ 25 മുതൽ 30 കിൻഡൽ വരെ വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കിൻഡലിന് 2250 രൂപ നിരക്കിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുന്ന നെല്ല് മെത്രൻ ബ്രാൻഡ് എന്ന പേരിൽ തവിട് കളയാത്ത അരിയായി വിപണിയിലെത്തിക്കാനാണ് സർക്കാർ തീരുമാനം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം 21 വർഷമായി ഭൂമി പോക്കുവരവ് ചെയ്യാനാവാതെ ഒരു കുടുംബം. തിരുവനന്തപുരം ചാല കച്ചേരി വീട്ടിൽ സുബൈറും കുടുംബവുമാണ് ഭൂമി സ്വന്തം പേരിലാക്കാൻ 2 പതിറ്റാണ്ടിലധികമായി സർക്കാർ ഓഫീസുകളും കോടതികളും കയറിയിറങ്ങുന്നത്. പിന്നിൽ ക്വാറി മാഫിയകൾ എന്നാണ് സുബൈർ ആരോപിക്കുന്നത്. സുബൈറിന്റെ ഭാര്യ മാജിദ ബീവിയുടെ പേരിൽ 1996 ജൂലൈ 20-നാണ് കൊല്ലം ചിതറ വില്ലേജിൽ ഭൂമി വാങ്ങുന്നത്. റീസർവേ റെക്കോർഡും പ്രകാരം 5 ഏക്കറോളം ഭൂമിയാണ് ഇവർ വാങ്ങിയത്. തുടർന്ന് ഭൂമി പോക്കുവരവ് ചെയ്യാൻ ചിതറ വില്ലേജ് ഓഫീസറെ സമീപിച്ചു. എന്നാൽ ഇവർ വാങ്ങിയ സ്ഥലത്ത് 10 സെന്റ് സർക്കാർ ഭൂമിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിച്ച ശേഷമേ പോക്കുവരവ് ചെയ്യാനാവൂ എന്നുമായിരുന്നു വില്ലേജ് ഓഫീസറുടെ നിലപാട്. പിന്നീട് ഇവർ ജില്ലാ കളക്ടറെ സമീപിച്ചു. പ്രസ്തുത പ്രദേശത്ത് സർക്കാർ ഭൂമി ഇല്ലെന്ന് കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം കണ്ടെത്തി. ഭൂമി പോക്കുവരവ് ചെയ്തു നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. മാജിദ ബീവിയുടെ ഭർത്താവ് സുബൈർ: ഇപ്പോൾ വീണ്ടും എൻ്റെ വസ്തുവിൽ പുതിയ തർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. ഞാൻ കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിയിട്ടുള്ളതാണ്. ആർക്കോ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റ് ചില രാഷ്ട്രീയക്കാരും കൂട്ടുനിന്നുകൊണ്ട് ഇതിനെ തടയുന്നുണ്ട്. തുടർന്നും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. പിന്നീട് നാളുകൾ നീണ്ട നിയമപോരാട്ടം. മാജിദ ബീവിയുടെ മകൻ ഷഹീൻ സുബൈർ: ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പകുതി ഭാഗവും ഇതിൽ പോയിരിക്കുന്നു. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും മാനസികമായിട്ടും ആകെ തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനിടയിൽ വസ്തുവിന്റെ തണ്ടപ്പേര് വില്ലേജ് ഓഫീസിൽ തിരുത്തിയതായും വ്യക്തമായി. ലോകായുക്തയെ സമീപിച്ചുവെങ്കിലും അവിടെ നിന്നും നീതി ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി മാജിദ ബീവിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. വിധി അനുകൂലമായിട്ടും ഈ കുടുംബത്തോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ദ്രോഹം തുടരുകയാണ്. പ്രസ്തുത ഭൂമിയിൽ വിലപിടിപ്പുള്ള ഗ്രാനൈറ്റ് ഉണ്ട് എന്നതിനാൽ ഭൂമിക്ക് വേണ്ടി ചില ക്വാറി മാഫിയകൾ ചരടുവലികൾ നടത്തുന്നതാണ് പോക്കുവരവിന് തടസ്സമെന്ന് ഇവർ ആരോപിക്കുന്നു. ഭൂമി വാങ്ങിയിട്ട് 20 വർഷങ്ങൾ പിന്നിടുന്നു. കരമടച്ച് വസ്തു പേരിൽ കൂട്ടാൻ ഹതഭാഗ്യനായ സുബൈറിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും റവന്യൂ അധികൃതർ മൗനം തുടരുകയുമാണ്. പിന്നിൽ ക്വാറി മാഫിയകളെന്ന് വ്യക്തം. ചിതറ മടത്തറയിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം KG ദിനകർ. ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിച്ചാൽ യുവതലമുറയ്ക്ക് ദിശാബോധം നഷ്ടമാവുകയും മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയരുകയും ചെയ്യുമെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകനും കൈരളി TV മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു. SFI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂലധന ശക്തികൾ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി C രവീന്ദ്രനാഥ് പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന SFI കണ്ണൂർ ജില്ലാ സമ്മേളനം പാനൂർ ചൊക്ലിയിൽ ആരംഭിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഭാസംഗമം കൈരളി ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ സമൂഹമാണ് കേരളത്തിന്റെ സവിശേഷത. ക്യാമ്പസുകൾ നിർവീര്യമാക്കപ്പെട്ടാൽ യുവത്വത്തിന് ദിശാബോധം നഷ്ടപ്പെടുമെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കേരളത്തിലെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഒരു പരിണാമത്തിനുള്ള കാരണം കേരളത്തിലെ ക്യാമ്പസുകളെ നമ്മൾ നിർവീര്യമാക്കിയിരുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിലെ നിറസാന്നിധ്യമാണ് SFI. എന്നാൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും ചില മാധ്യമങ്ങൾ SFIയെ വിചാരണ ചെയ്യുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. വളഞ്ഞിട്ട് SFIയെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷെ ചെറിയൊരു പോരായ്മയെ വേണമെങ്കിൽ പെരുപ്പിച്ച് കാണിച്ച് വലിയ അകൽച്ച സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു. വലിയ വർഗീയ അസ്വാസ്ഥ്യങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന സംഘടനകളെ വിമർശിക്കാൻ താല്പര്യമില്ലാത്ത വൈമുഖ്യം കാണിക്കുന്നവർ SFIയുടെ കുഞ്ഞു പിള്ളേർ എന്തെങ്കിലും ചെറിയൊരു കുരുത്തക്കേട് ചെയ്താൽ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു മാധ്യമ സംസ്കാരവും നമ്മുടെ ഇടയിൽ.
വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ നയങ്ങൾ ഇന്ന് രൂപപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ വിദഗ്ധരല്ല, മറിച്ച് മൂലധന ശക്തികളാണെന്ന് മന്ത്രി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നതും തുടർന്ന് പദ്ധതികൾ രൂപപ്പെടുത്തുന്നതും തുടർന്ന് പരിപാടികൾ നടപ്പിലാക്കുന്നതും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരല്ല, വിദ്യാഭ്യാസ വിചക്ഷണരല്ല, വിദ്യാഭ്യാസ രംഗത്തെ അനുഭവസ്ഥരല്ല, മറിച്ച് മൂലധനവും കോർപ്പറേറ്റുകളുമാണ് എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് SFI ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രതിഭാസംഗമത്തിൽ ജോൺ ബ്രിട്ടാസ് വിതരണം ചെയ്തു. സമ്മേളനം ഇന്ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ച കുട്ടനാടൻ കാർഷിക മേഖലയെ തകർത്തു. നൂറുകണക്കിന് കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. 5000 ഹെക്ടറിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കർഷകർക്ക് കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. കവിതയിലെ ഈ വരികളിപ്പോൾ കുട്ടനാട്ടിലെ കർഷകരുടെയും ആത്മഹത്യാക്കുറിപ്പുകളായിരിക്കുന്നു. ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് കേരളത്തിന്റെ നെല്ലറ കാക്കാൻ കർഷകർ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെ കുട്ടനാട്ടിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല സാധാരണ കർഷകർ കൃഷി ഇറക്കുന്നത്. മറിച്ച് വരുന്ന ഒരു വർഷക്കാലം തങ്ങളുടെ ആവശ്യത്തിനുള്ള അരി ശേഖരിച്ചു വെക്കുക കൂടിയാണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യക്ക് സമാനമായി വരൾച്ച പാടശേഖരങ്ങളെ കീറിമുറിച്ചതോടെ നഷ്ടമായത് കർഷകരുടെ പ്രതീക്ഷകളായിരുന്നു. കാലവർഷം പെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തുലാവർഷം പെയ്തിട്ടില്ല, ഇതിനൊക്കെ കഠിനമായ ചൂട്, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷിക്കാർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 27,000 ഹെക്ടറിൽ ഇത്തവണ കൃഷി ഇറക്കിയെങ്കിലും പകുതിയിലധികവും പാതിവഴിയിൽ കർഷകർക്ക് വരൾച്ച മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. കടലിനും കായലിനുമിടയിൽ കിടക്കുന്ന കുട്ടനാട്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. വരൾച്ച മൂലമുണ്ടായത് കുട്ടനാട്ടിലെ കർഷകരുടെ മാത്രം നഷ്ടമല്ല, അത് കേരളത്തിന്റെ നെല്ലറയെയാണ് കാര്യമായി ബാധിക്കുക. ഇനി എന്റെ ചലനവുമെടുത്തു കൊള്ളുക, ഇനി എന്റെ ചലനവുമെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കണ്ണൂരിൽ വീണ്ടും പുലി ഭീഷണി. അഴീക്കോട്ട് പുലി പശുവിനെയും കിടാവിനെയും കടിച്ചുകൊന്നു. പുലിയുടെ ആക്രമണം സ്ഥിരീകരിച്ചതോടെ കെണിയിൽപ്പെടുത്തി പിടികൂടുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം തുടങ്ങി. 2 ആഴ്ച മുമ്പ് കണ്ണൂർ നഗരപരിധിയിൽ വരുന്ന കസാനക്കോട്ടയിൽ ഇറങ്ങിയ പുലിയെ വനംവകുപ്പ് കൂട്ടിലടച്ചെങ്കിലും ഇതിന്റെ ഭയം വിട്ടുമാറും മുമ്പാണ് വീണ്ടും പുലി ഭീഷണി. അഴീക്കോട്ടാണ് പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ വീണ്ടും സ്ഥിരീകരിക്കുന്നത്. ഇവിടെ വീട്ടിൽ കെട്ടിയിരുന്ന പശുവിനെയും കിടാവിനെയും പുലി കടിച്ചു കൊന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇവിടെയെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മണ്ണിൽ പതിഞ്ഞ പാദങ്ങൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് മുൻകരുതൽ നടപടികൾ അധികൃതർ ശക്തമാക്കി. വനം ഉദ്യോഗസ്ഥർക്ക് പുറമെ തഹസിൽദാരും സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭാഗത്ത് ഒരു പുലിയുണ്ട്, അഴീക്കോട് വായ്പറമ്പ് ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് 3 കുട്ടികളും 2 വീട്ടമ്മമാരും കണ്ടിട്ടുണ്ട്. അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അഴീക്കോട് അവിടെ കൂട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂട് സ്ഥാപിക്കാനുള്ള ഇത് ജില്ലാ കളക്ടറോട് പറഞ്ഞ് അതിന്റെ കൂട് കൊണ്ടുവരാനുള്ള ഇതായിട്ടുണ്ട്. പുലിയെ പിടിക്കാൻ നായയെ ഉള്ളിലെ കൂട് ഒരുക്കിയെങ്കിലും മൃഗസ്നേഹികളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കി. വയനാട്ടിൽ നിന്നും പുതിയ കൂടെത്തിച്ച് പുലിയെ കെണിയിലാക്കാനാണ് വീണ്ടും ശ്രമം. 2 വർഷം മുമ്പ് ഇതേ സ്ഥലത്തു നിന്നും പുലിയെ പിടികൂടിയിട്ടുണ്ട്. പുലിക്ക് വാസയോഗ്യമായ ഭൂപ്രകൃതിയാണ് ഈ പ്രദേശത്തുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം. വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുന്ന വർത്തമാനകാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം പ്രസക്തമാണ്. EMSന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് കേരളം. സഖാവ് EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷമാകുന്നു. ജന്മിത്തം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തീക്ഷ്ണമായ സമരങ്ങളിൽ പങ്കാളിയായാണ് EMS പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സ്വത്വജീവിതം ത്യജിച്ച് ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൂണൂലറുത്തുമാറ്റി കാലത്തെയും ചരിത്രത്തെയും തനിക്കൊപ്പം നടത്തിയ EMS ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ EMS അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്.
തൊഴിലാളി വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലളിതമായ സ്വന്തം ജീവിതത്തിലൂടെ മലയാളികൾക്ക് മാതൃകയായി EMS എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ തടവറയ്ക്കുള്ളിൽ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്ന മനുഷ്യ മനസ്സുകളെ മോചിപ്പിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിമറച്ചു. ലോകത്തിലാദ്യമായി ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണത്തിലെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന സവിശേഷണവും EMSന് സ്വന്തം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെയും ജന്മിത്വ സമ്പ്രദായത്തിനെതിരെയും ശക്തമായ പോരാട്ടമാണ് EMS നടത്തിയത് എന്നതിന് ഒരു ഉദാഹരണമാണ് ജന്മിത്വ സമ്പ്രദായത്തിന്റെ അടിവേറക്കുന്ന രീതിയിൽ EMS സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഭൂപരിഷ്കരണ ബിൽ. ചരിത്രമെന്നത് സമ്പന്നന്റെയും രാജാക്കന്മാരുടെയും ജീവചരിത്രം മാത്രമല്ലെന്നും കീഴാളനും അടിച്ചമർത്തപ്പെടുന്നവനും ചരിത്രം നിർമ്മിക്കാൻ സ്ഥാനമുണ്ടെന്നും EMS ഉറക്കെ പറഞ്ഞു. വർഗീയതയുടെ അന്തരീക്ഷം വളരുന്ന, വർഗീയ കോമരങ്ങൾ കൊടികുത്തി വാഴുന്ന, അസഹിഷ്ണുതയുടെ വർത്തമാനങ്ങൾ രാജ്യത്തിന്റെ മതേതര മനസ്സുകളെ വ്രണപ്പെടുത്തുന്ന ഈ കാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മനസ്സിൽ എക്കാലവും EMS ജീവിക്കും, ഒരു രക്തനക്ഷത്രമായി. ഈ രാജ്യത്തെ തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളുമായി സംസ്ഥാന സർക്കാരും എൻഡോസൾഫാൻ സെല്ലും. ഈ മാസം 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാര ധനസഹായം നൽകും. ദുരിതബാധിതരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പുകളും അടുത്ത മാസം സംഘടിപ്പിക്കും. 3 വർഷം മുമ്പാണ് ഏറ്റവും ഒടുവിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. ഇത്തരം ക്യാമ്പുകളിലാണ് ആനുകൂല്യങ്ങൾക്ക് അർഹരായ രോഗികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും നടപ്പായില്ല. മാത്രമല്ല LDF സർക്കാർ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരത്തുക നൽകാനുള്ള ശ്രദ്ധേയമായ തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ 10 കോടി രൂപ ഇതിനായി വകകൊള്ളിച്ചു. 2 മാസത്തിലൊരിക്കൽ രോഗികൾക്കായി ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കും. നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ഈ മാസം 30-ന് കാസർകോട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും. ചെയർമാൻ കൂടിയായ മന്ത്രി E ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന എൻഡോസൾഫാൻ സെൽ യോഗത്തിലാണ് മെഡിക്കൽ ക്യാമ്പും നഷ്ടപരിഹാര തുക വിതരണവും സംബന്ധിച്ച തീരുമാനമുണ്ടായത്. പരീക്ഷ കഴിയുന്ന മുറക്ക് ഏപ്രിൽ 1st വീക്കിൽ തന്നെ നമ്മുടെ ക്യാമ്പ് നടത്താനുള്ള തീരുമാനമെടുക്കുകയും ആ ക്യാമ്പിൽ 5 കേന്ദ്രങ്ങളിലായി നടക്കുന്നത് 4466 ആളുകളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. 3ാം ഗഡു കൊടുക്കാനുള്ള നടപടി കോടതി വിധി മാനിച്ചുകൊണ്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക. 3ാം ഗഡു മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് മാർച്ച് 30-ാം തീയതി തന്നെ, ഒരു 10 ദിവസമെങ്കിലും മുമ്പ് തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്ന നടപടി ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. നിലവിൽ കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണവും നടപ്പാക്കേണ്ടതുണ്ട്. നബാർഡ് സഹായത്തോടെ വിവിധ ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃശൂരിൽ ഭിന്നലിംഗക്കാരെ മർദ്ദിച്ചതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ചൂരൽ കൊണ്ടടിച്ച SI അടക്കമുള്ളവർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായത്. റിപ്പോർട്ട് ഇന്ന് തൃശൂർ റേഞ്ച് IGക്ക് കൈമാറും. അതേസമയം മർദ്ദനമേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും അന്വേഷണം പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് 3 ഭിന്നലിംഗക്കാർക്ക് മർദ്ദനം ഏറ്റത്. പെയിന്റിംഗ് പണിക്കിടെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് ശരീരം തളർന്നുപോയ നിർധന യുവാവ് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ആവാതെ ബുദ്ധിമുട്ടുന്നു. തിരുവനന്തപുരം കമലേശ്വരത്തെ വാടക വീട്ടിൽ കഴിയുന്ന ശിവപ്രസാദിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാൽ എണീറ്റ് നടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. എന്നാൽ ചികിത്സാ ചെലവിനായി വൻതുക വേണ്ടിവരുമെന്നത് ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. 2016 സെപ്റ്റംബർ 25 ജീവിതത്തിന്റെ എല്ലാ നിറമുള്ള സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയ ഈ ദുർദിനം ഒരിക്കലും ശിവപ്രസാദിന് മറക്കാൻ കഴിയില്ല.
33 വയസ്സ് മാത്രമുള്ള ഈ ചെറുപ്പക്കാരന്റെ ഉപജീവന മാർഗമായിരുന്നു പെയിന്റിംഗ് ജോലി. എന്നാൽ ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴേക്ക് നിലംപതിച്ച ശിവപ്രസാദ് മരണവുമായി മല്ലിട്ട് ദിവസങ്ങളാണ് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇതിനോടകം ലക്ഷങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞു. എന്നാൽ എണീറ്റ് നടക്കണമെങ്കിൽ ശിവപ്രസാദിന് ഇനിയും ഒരു ശസ്ത്രക്രിയ കൂടി വേണം. ഇതിനായി 4 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സഹോദരി ഭർത്താവിന്റെ കമലേശ്വരം ആര്യൻ ചുഴിയിലെ വാടക വീട്ടിലാണ് ശിവപ്രസാദും അമ്മയും താമസിക്കുന്നത്. ചായക്കടയിലെ ജോലിക്കാരനായ സഹോദരി ഭർത്താവിന്റെയും വീട്ടുജോലിക്ക് പോകുന്ന സഹോദരിയുടെയും ചെറിയ വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. കടം വാങ്ങിയും സുമനസുകളുടെ സഹായം ഒന്നുകൊണ്ടു മാത്രമാണ് ആദ്യ ശസ്ത്രക്രിയ നടത്തിയത്. ശിവപ്രസാദിന് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇനി എന്തെന്നറിയാതെ പൊട്ടിക്കരയുകയാണ് ഈ അമ്മ. നമുക്ക് സഹായിക്കുന്ന ആരുമില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രക്ഷപ്പെടും പറഞ്ഞു. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുത്താൽ മതി. അല്ലാതെ എനിക്ക് ആരുമില്ല, അവൾ മാത്രമേ ഉള്ളൂ. ഇവനും അവൾ. പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് മരുന്നുകൾ വാങ്ങുന്നത്. ആസ്ബറ്റോസ് മേൽക്കൂരയ്ക്ക് കീഴിൽ മീനമാസ ചൂടിനെ തോൽപ്പിക്കും വിധം ഉള്ളുരുകി കഴിയുകയാണ് ഈ കുടുംബം. സുമനസുകൾ ആരെങ്കിലും കനിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ എണീറ്റ് നടന്നേക്കും. തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി കാനറ ബാങ്കിന്റെ മണക്കാട് ശാഖയിൽ സഹോദരി പ്രസന്നയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ക്യാമറമാൻ അജിത്തിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ചീമേനി തുറന്ന ജയിലിലെ ഗോപൂജ വിവാദത്തിൽ ജയിൽ സൂപ്രണ്ട് AG സുരേഷിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ജയിൽ മേധാവി ആർ ശ്രീലേഖയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ചീമേനി തുറന്ന ജയിലിൽ ഗോപൂജ നടന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് പീപ്പിൾ TV ആയിരുന്നു. AG സുരേഷിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് DIG നൽകിയത്. എന്നാൽ പിന്നീട് ജയിൽ മേധാവി തന്നെ നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് സംഭവത്തിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടത്. സൂപ്രണ്ടിന് എതിരെ അച്ചടക്ക നടപടി വേണമെന്ന ജയിൽ മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സൂപ്രണ്ട് AG സുരേഷിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. അങ്കമാലി ഡയറീസിലെ താരങ്ങളെ പോലീസ് അപമാനിച്ചെന്ന് പരാതി. മൂവാറ്റുപുഴയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞെന്നാണ് ആക്ഷേപം. എന്നാൽ നിയമം ലംഘിച്ച് ചില്ലിൽ സ്റ്റിക്കർ ഒട്ടിച്ചതിനാലാണ് വാഹനം തടഞ്ഞതെന്നും ആരെയും അപമാനിച്ചിട്ടില്ലെന്നും മൂവാറ്റുപുഴ DYSP പ്രതികരിച്ചു. അങ്കമാലി ഡയറീസിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള യാത്രക്കിടെ പോലീസ് തടഞ്ഞു നിർത്തി അവഹേളിച്ചുവെന്നാണ് ആക്ഷേപം. മൂവാറ്റുപുഴ ടൗണിൽ വെച്ച് ഒരു പോലീസ് ജീപ്പ് ഞങ്ങൾ വന്ന് വട്ടം നിർത്തി. അപ്പോൾ ഞങ്ങൾ വെച്ച് ചെക്കിംഗ് ആയിരിക്കും. സാധാരണ ഞങ്ങളങ്ങനെ ചെക്ക് ചെയ്യാണ്ട്, കാരണം നമ്മുടെ വണ്ടിയിൽ ഫുള്ള് പോസ്റ്റർ ഒട്ട് ചെയ്യണം. അങ്കമാലി ഡയറീസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ പോസ്റ്റർ ഒട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മോഡിഫിക്കേഷൻ പേപ്പറുകൾ ചോദിക്കാനായിരിക്കും അന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി നിർത്തി തലയകത്തോട്ട് ഇട്ടപ്പോൾ നമ്മുടെ നായികേനെ കണ്ടു. നായികനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർ മാറി. ഇതെന്താണ് ഈ വണ്ടിയുടെ ഉള്ളിൽ പരിപാടി, നിങ്ങൾ എന്താണ് ഈ ടൗണിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങണേ, ഇത് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് സംഭവിച്ച പോലെ ഇവിടെ നടക്കുകയാണെന്ന് ചോദിച്ച് ഇറങ്ങടാന്നൊക്കെ പറഞ്ഞ് ഇറക്കി. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റിനെയും ഇറക്കി. ജംഗ്ഷനിൽ പിടിച്ചു നിർത്തിയിട്ട് ഒരു പെൺകൊച്ച് അകത്തുള്ളതുകൊണ്ട് അവിടെ അതിനകത്ത് മോശമായിട്ട് എന്തുവാണ് നടക്കുന്നതെന്ന് അങ്ങനത്തെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ട് അവർ സംസാരിക്കുന്നത്. അസഭ്യം പറഞ്ഞെന്നും ഇവർ പറയുന്നു. എറണാകുളത്ത് ഈയിടെ സംഭവം സിനിമക്കാരൊക്കെ ഇങ്ങനെയാണോ, ഇങ്ങനെ നമ്മുടെ സ്റ്റേഷനിൽ നടക്കില്ല, അങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. ആളെടുത്തോട് ചോദിച്ചു നിൻ്റെ പേരൊന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ടിറ്റോ എന്നാണ്. എന്നിട്ട് ഞാൻ പൾസർ ടിറ്റോ ആക്കി തരണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അത് രീതിയും നോക്കണം, നമ്മളെ ആരെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതും കൂടി നോക്കണം. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ചില്ലുകളിലും സ്റ്റിക്കർ കണ്ടതിനാലാണ് വാഹനം പരിശോധിച്ചതെന്നും താരങ്ങളെ അപമാനിച്ചിട്ടില്ലെന്നും മൂവാറ്റുപുഴ DYSP പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തെരഞ്ഞെടുപ്പിനെ ചൊല്ലി A ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. നേതൃത്വമുണ്ടാക്കിയ ധാരണ മറികടന്ന് ജില്ലകളിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ തീരുമാനം. ഗ്രൂപ്പുമായി ധാരണയുണ്ടാക്കിയ ജില്ലകളിൽ A ഗ്രൂപ്പ് KSU പ്രവർത്തകർ കൂട്ടത്തോടെ നാമനിർദ്ദേശ പത്രിക നൽകി. ഇതോടെ KSU തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പുകളുടെ യുദ്ധത്തിനും A ഗ്രൂപ്പിലെ അന്തഃഛിദ്രത്തിനും കാരണമാകും. ഇന്നലെ രാത്രി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും A ഗ്രൂപ്പിന്റെ രഹസ്യയോഗമുണ്ടായിരുന്നു. ഗ്രൂപ്പ് യോഗത്തിൽ സ്ഥാനങ്ങൾ പങ്കിടാൻ തീരുമാനിച്ച നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് യോഗത്തിലുണ്ടായത്. KPC അധ്യക്ഷ സ്ഥാനം ലക്ഷ്യം വെച്ച് I ഗ്രൂപ്പുമായി പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടതില്ലെന്ന് A ഗ്രൂപ്പിലെ ഉന്നതർ തമ്മിൽ തീരുമാനിച്ചിരുന്നു. അടുത്തു തന്നെ നടക്കുന്ന KSU തിരഞ്ഞെടുപ്പിൽ ചില ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങൾക്കൊപ്പം KSU വൈസ് പ്രസിഡന്റ് സ്ഥാനവും I ഗ്രൂപ്പിന് നൽകാൻ ഉന്നതർ തമ്മിൽ ധാരണയെടുത്തിരുന്നു.
കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളും KSU വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഐ ഗ്രൂപ്പിന് നൽകാനാണ് എ ഗ്രൂപ്പ് തീരുമാനിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഗ്രൂപ്പ് യോഗത്തിലുണ്ടായത്. ഈ ജില്ലകളിലടക്കം ഐ ഗ്രൂപ്പുമായി ധാരണയെടുത്ത എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരിക്കാനാണ് എ ഗ്രൂപ്പ് പ്രവർത്തകരുടെ തീരുമാനം. KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അഭിജിത്തിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ഒരു വിഭാഗം KSU പ്രവർത്തകർ യോഗത്തിൽ പറഞ്ഞു. നിലവിൽ സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറി JS അഖിലിനെ വെട്ടിനിരത്തിയാണ് അഭിജിത്ത് നേതൃത്വത്തിലേക്ക് വരുന്നത്. ഇതിൽ മുൻ KSU പ്രസിഡന്റ് VS ജോയി അടക്കമുള്ളവർക്ക് കടുത്ത അതൃപ്തിയാണുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുമായി പങ്കിട്ട ജില്ലകളിലും ഏക വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും നോമിനേഷൻ നൽകാനുള്ള എ ഗ്രൂപ്പ് പ്രവർത്തകരുടെ തീരുമാനത്തെ കരുതലോടെയാണ് ഐ ഗ്രൂപ്പും വീക്ഷിക്കുന്നത്. ഇതോടെ KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചേക്കുമെന്ന വാദം ബലപ്പെടുകയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പൊതുജനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയ പദ്ധതിക്കാണ് തുടക്കമായത്. തൃശൂർ 3 പീടികയിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA ET ടൈബ്സൺ മാസ്റ്റർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രജനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിൽ 50 സർക്കാർ വിദ്യാലയങ്ങളിലായി 50 ശൌചാലയങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്കും തുടക്കമായി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഹൈദരാബാദിൽ. ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി T. വീരഭദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് മലയാളികൾ പ്രത്യേക സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അസന്തുലിതാവസ്ഥയ്ക്കെതിരെ ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രൻ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദയാത്ര ഇന്ന് സമാപിക്കും. കഴിഞ്ഞ 150 ദിവസത്തിലേറെ 32 ജില്ലകൾ പദയാത്ര പിന്നിട്ടു. സാമൂഹ്യനീതിയാണ് ലക്ഷ്യമെന്ന് പദയാത്രയ്ക്കിടെ സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. Our motto is to achieve social justice in Telangana because the population of Telangana consists of 93% SC, ST, BC, MBC, minorities population. We demanded that social justice be implemented in Telangana. But our government, since 2.5 years, no assurance was implemented, and going on, new assurances was giving day by day. സമാപനം കുറിച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് വിവിധ മലയാളി സംഘടനകൾ വൈകുന്നേരം 3 മണിക്ക് പ്രത്യേക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് ഇതിനു മുമ്പ് ഒരു സ്വീകരണം, ഇതുപോലെയുള്ള സ്വീകരണം കൊടുത്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് തെലങ്കാന മേഖലയിലുള്ള എല്ലാ മലയാളികളും ഒരുമിച്ചുകൊണ്ട് ഈ സ്വീകരണ ചടങ്ങ് കൊടുക്കുന്നത്. 4000 കിലോമീറ്ററിലേറെ പിന്നിട്ട പദയാത്രയുടെ ഓരോ വേദിയിലും എത്തുന്നത് ആയിരക്കണക്കിന് പേർ. സമാപന സമ്മേളനത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മളമായ സ്വീകരണമാണ് ഹൈദരാബാദ് ജനത കാത്തുവച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. BJPയുടെ വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനാവില്ലെന്നും 10 ദിവസമായി കേരളത്തിലെ കോൺഗ്രസിന് തലയില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം മലപ്പുറം തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം പൊടി തട്ടിയെടുക്കാൻ ശ്രമമെന്ന് VS അച്യുതാനന്ദനും പറഞ്ഞു. EMS അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ദേശീയ തലത്തിൽ ഇന്ന് BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനെ കൊണ്ട് സാധ്യമാവുകയില്ല. കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നാൽ ഇതിനെ നേരിടാമെന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 10 ദിവസമായി പ്രസിഡന്റ് ഇല്ലാത്ത KPCC ആണ് കേരളത്തിലെ KPCC, തലയില്ലാത്ത KPCC. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത, RSSന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന, BJPയുടെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ കോലീബി സഖ്യം നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ സഖ്യം വീണ്ടും പൊടിതട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിൽ
അവർക്ക് ഒരു മടിയുമില്ല. രാജ്യവും ജനാധിപത്യവും മതനിരപേക്ഷതയുമൊക്കെ അവർക്ക് പ്രസംഗത്തിൽ പറയാനുള്ള ചില വാക്കുകൾ മാത്രമാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, കോൺഗ്രസിനെതിരായ വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഇരുവരും ചൂണ്ടിക്കാട്ടിയത്? തിരുവനന്തപുരത്ത് EMS അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയത്. ഗോവയിലും മണിപ്പൂരിലും BJPക്ക് ജനവിധി അനുകൂലമായിട്ട് പോലും കോൺഗ്രസിന് ജനവിധി അനുകൂലമായിട്ട് പോലും BJPക്കെതിരെ ഒന്നും ചെയ്യാൻ കോൺഗ്രസിനാവുന്നില്ല. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ മുന്നിൽ വിറങ്ങലിച്ചും BJPക്ക് മുന്നിൽ പരുങ്ങി നിൽക്കുന്ന അവസ്ഥയിലുമാണ് കോൺഗ്രസ് എന്ന് കോടിയേരി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന് 10 ദിവസമായി അധ്യക്ഷനില്ല. 10 ദിവസമായി തലയില്ലാത്ത കോൺഗ്രസ് ആണ് സംസ്ഥാനത്തുള്ളത്. BJPയുടെ വെല്ലുവിളി നേരിടാൻ ഈ കോൺഗ്രസിന് ഒരിക്കലും ആവില്ല എന്നും കോടിയേരി വ്യക്തമാക്കുകയുണ്ടായി. പ്രസിഡന്റിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമെടുക്കാനാവാത്ത പാർട്ടിക്ക് BJPക്കെതിരെ രാജ്യത്തും സംസ്ഥാനത്തും പ്രവർത്തിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദനും EMS അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസിനും BJPക്കുമെതിരെ രംഗത്തെത്തി. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും കോലിബി സഖ്യം പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് VS പറഞ്ഞു. കോൺഗ്രസ് BJP അവിശുദ്ധ ബന്ധം മലപ്പുറത്ത് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ പാർട്ടിയുമായി കൂട്ടുകൂടാൻ കോൺഗ്രസിന് മടിയില്ല എന്നും അതുകൊണ്ട് മലപ്പുറത്തും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകുമെന്നും VS അച്യുതാനന്ദൻ പറയുകയുണ്ടായി. നിയമസഭയ്ക്ക് മുന്നിലെ EMS പാർക്കിലാണ് 19ാം EMS അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടികൾ നടന്നത്. ഇരുവരും EMS പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സംസാരിച്ചിരുന്നത്. അഞ്ജു. ശരി, ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. UPയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയവരും പങ്കെടുക്കും. ബീഫ് നിർമ്മാണശാലകൾ അടച്ചുപൂട്ടുന്ന ഉത്തരവ് ഉടൻ യോഗി ആദിത്യനാഥ് മന്ത്രിസഭ പ്രഖ്യാപിക്കും.